ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര ഒരു സോസ് പാനിൽ ഇട്ടിട്ടുണ്ട്. ഇനി തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പഞ്ചസാര ഒന്ന് ഉരുകിയിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി ഒരു മഞ്ഞ കളറായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ തീ ഒരു പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കണം കേട്ടോ. പിന്നെയും ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര കാരമൽ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തം കയ്പരസായി മാറും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ കണ്ടോ, സൈഡിൽ നിന്നൊക്കെ പഞ്ചസാര ഉരുകി ഒരു മഞ്ഞ കളറായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. ഇപ്പം ഞാൻ തീ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര മുഴുവനായിട്ടും ഉരുകി നമ്മുടെ പഞ്ചസാരയുടെ കളർ ഒരു ഡാർക്ക് ഗോൾഡൻ കളറായിട്ട് വരും. അതുവരേക്കും വെയിറ്റ് ചെയ്യണം. ഇപ്പം കണ്ടോ, പഞ്ചസാര കാരമൽ നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യണത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ. ആരും പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ മാറ്റരുത്. അപ്പോൾ ഈ പഞ്ചസാര കാരമൽ കരിഞ്ഞു പോവും. അത് കാണുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കും, പക്ഷെ ഇത് മൊത്തത്തിൽ കയ്പുരസമായിരിക്കും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പായസവും മൊത്തത്തിൽ കയ്പുരസമായിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഗോൾഡൻ കളറായി വന്നപ്പോഴത്തേക്കിന് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് പൊട്ടി കയ്യിലേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂടുണ്ടാവും, അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ പഞ്ചസാര കാരമൽ കട്ടിയായിട്ട് വരും. അത് വീണ്ടും ഒന്ന് ഉരുകണത് വരെ ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ട് വെച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. എന്നിട്ടിപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് കേട്ടോ. ഇതിനെ ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്ത നുറുക്ക് ഗോതമ്പ് ഞാനിപ്പോൾ പായസം ഉണ്ടാക്കാനുള്ള പാനിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഇപ്പം ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുക്കാവുന്നത് വരെ വേവിച്ചെടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് ഗോതമ്പ് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കരയും ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പാലൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഈ പായസമൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരേക്കും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇത് വേഗം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതൊന്ന് തിളച്ച് വരാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പഞ്ചസാര കാരമലില്ലേ, അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് നന്നായിട്ട് കുക്കാവുന്നത് വരെ ഒന്ന് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ പായസം ഏകദേശം കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂട് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇപ്പം ഞാൻ നെയ്യിൽ വറുത്തെടുത്ത കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സും റൈസിൻസും ഒക്കെ ചേർക്കുക. ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ കാഷ്യൂ നട്ട്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ അത് മാത്രം ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചൂടോട് കൂടെയും അതുപോലെ തണുപ്പിച്ചിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ട് കാണാം.